മൂന്നാമത്തെ സത്യപ്രതിജ്ഞയുടെ അന്ന് ഒരു ടൂറിസ്റ്റുകളുടെ വാഹനം ആക്രമിച്ച് അല്ലെങ്കിൽ ഭീകരർ ആക്രമിച്ച വിവരം നമുക്കറിയാമല്ലോ. മൂന്നാമത് മോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തിന് അരമണിക്കൂർ വ്യത്യാസത്തിൽ കാശ്മീരിൽ ഭീകരാക്രമണം നടന്നു. ഒരു ടൂറിസ്റ്റ് ബസ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബസ്സിനെ ആക്രമിക്കുകയും എന്നിട്ട് ഒരു കുട്ടി ഉൾപ്പെടെ ഉള്ളവർ മരണപ്പെടുകയൊക്കെ ചെയ്ത വിഷയം അറിയാമല്ലോ. അപ്പൊ അതിനുശേഷം ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ പല ഘട്ടങ്ങളിലായി പല മേഖലയിൽ ജോലി ചെയ്തിരിക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ പലയിടത്തും ഈ പറയുന്ന ഭീകരാക്രമണം വളരെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ഈ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം കാശ്മീർ ഒരുപക്ഷെ ടെററിസത്തിനകത്ത് മുങ്ങി നിന്ന സമയത്ത് 370-ാം വകുപ്പ് എടുത്തു കളയുകയും കേന്ദ്ര ഗവൺമെന്റ് അവിടെ കേന്ദ്രം നേരിട്ട് മേൽനോട്ടത്തിൽ ആ കാശ്മീരിൽ സമാധാനം കൊണ്ടുവരുന്നതിനും ടെററിസം ഇല്ലായ്മ ചെയ്യുന്നതിനും ഒക്കെ ശ്രമിക്കുന്നത് ഒരു പരിധി വരെയല്ല, ഏതാണ്ട് 95% വിജയത്തിലേക്കെന്ന് ലോകം ഉൾപ്പെടെ ഉള്ളവർ ഇന്ത്യയിൽ ഉടനീളം ലോകത്തുൾപ്പെടെ ഉള്ളവരും ഇന്ത്യയിൽ ഉടനീളം വിലയിരുത്തപ്പെടുമ്പോഴാണ് സുപ്രീം കോടതി ഇടപെടുകയും അവിടെ ഇലക്ഷൻ നടത്തണമെന്ന് പറയുകയും അവിടെ ഇലക്ഷൻ നടത്തി ഒമർ അബ്ദുള്ളയുടെ ഭാഗമായിട്ടുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്തു.